ജിയോയ്ക്ക് പിന്നാലെ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. എയർടെല്ലും 10 മുതൽ 21% വരെയാണ് വർധന. പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധന ബാധകമാകും. ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെലികോം കമ്പനികൾ ഒന്നൊന്നായി നിരക്ക് കൂട്ടി തുടങ്ങിയത്. ദിവസേന 70 പൈസയിൽ താഴെയുള്ള വർധനയാണ് എൻട്രി ലെവൽ പ്ലാനുകളിൽ വരുത്തുന്നതെന്നാണ് എയർടെൽ അവകാശപ്പെടുന്നത്. എന്നാൽ വിവിധ പ്ലാനുകളിലായി 20 മുതൽ 50 രൂപ വരെ വ്യത്യാസം ഉപഭോക്താക്കൾക്കുണ്ടാകും. ജൂലൈ 3 മുതലാണ് പുതിയ മൊബൈൽ താരിഫുകൾ നിലവിൽ വരിക. രാജ്യത്ത് മെച്ചപ്പെട്ട രീതിയിൽ ടെലികോം കമ്പനികൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഓരോ ഉപഭോക്താവിൽ നിന്നുമുള്ള ശരാശരി വരുമാനം 300 രൂപയിൽ കൂടുതൽ വേണമെന്ന നിലപാടാണ് എയർടെലിനുള്ളത്. 2021 ശേഷമാണ് കമ്പനികൾ ഗണ്യമായ വർധന വരുത്തുന്നത്. കോടികൾ മുടക്കി കമ്പനികൾ 5G സേവനം തുടങ്ങിയെങ്കിലും ഫ്രീ ആയി സർവീസ് നൽകുന്നതിനാൽ ആ ഇനത്തിൽ വരുമാനമില്ല. നേരിയ വർധന ഉപഭോക്താക്കളും അംഗീകരിക്കുമെന്ന ചില സർവേ ഫലങ്ങളും കമ്പനികൾക്ക് മുന്നിലുണ്ട്. ജിയോ കഴിഞ്ഞ ദിവസമാണ് താരിഫ് 12 മുതൽ 15% വരെ വർദ്ധിപ്പിച്ചത്. വി കമ്പനിയും താമസിയാതെ നിരക്ക് വർധന പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. 24 മുംബൈ.